ആഹ് എല്ലാവർക്കും നമ്മുടെ ഡെയിലി കസ്റ്റം ഹൈലൈറ്റ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ടീംസിനെ കാര്യം നമുക്ക് പരിചയപ്പെടാം. നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ചെകുത്താൻസ് ആണ് സീക്രട്സിൽ. അതിൽ ബ്ലൂ ഉണ്ട്, ഡ്രീഫ് ഉണ്ട്, കുഞ്ഞാലി ഉണ്ട്, റയാൻ ഉണ്ട്. രണ്ടാമത് നമ്മുടെ ഡാക്സോമേറ്റ് ആണ്. ഏതോ ആൾക്കാരെ വാട്സാപ്പിൽ കോൾ ചെയ്യേണ്ടത്. അർജുനെ അതെന്താ കറക്റ്റ് 10:32 കഴിഞ്ഞപ്പോഴേ തുടങ്ങി? വാട്സാപ്പിൽ മെസ്സേജ് അയക്കണ്ടായിരുന്നു. ലേറ്റ് ആവും. രണ്ടാമത് നമ്മൾ DS ആണ്. DS ഡാർക്ക് സോൾമേറ്റ് ആണ്. വിമലുണ്ട്, ഹുസൈൻ, ലുട്ടാപ്പിണ്ട്, കൊമ്പുണ്ട്. നല്ല ടീമാണ്. പിന്നെ നമ്മുടെ സീക്കേഴ്സില് ഉണ്ട്, പിന്നെ മോൺസ്റ്റർ ഉണ്ട്, കിങ് ഉണ്ട്, മായാവി ഉണ്ട്. സീക്കേഴ്സ് ആണ്. നമ്മുടെ ഫോർത്ത് ആണ്. അത് ഷാമില്, വില്ല്, ഹാരി പോട്ടർ, അരുൺ വാക്കർ. വീക്കിൽ ഒരു അടി നടക്കാൻ ചാൻസ് കൂടുതലാണ്. വെച്ചേക്കുന്നത് നമ്മുടെ ഡൂഡാ ടീംസ് ഡൂഡാ ടീംസിൽ അർജുനുണ്ട്, സാബുദുണ്ട്, ആശാനുണ്ട്, ലിയോ മെസ്സി ഉണ്ട്. അവിടെ ഡൂഡല്ല ആടി. ഡൂഡല് നോക്കാണ്. പിന്നെ നമ്മുടെ തീർത്തു പോകുമ്പോ ഇവിടെ വെച്ചായിരുന്നു ക്ലോക്ക് ടവർ ആയിരിക്കും. മില്ല് നമ്മുടെ സീക്രട്സിലാണ്. റൂഫോഴ്സ് തീർത്തു. പൊളി 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 കളി. അതിൽ കുഞ്ഞാലിക്ക് 2 കില്ല്, ബ്ലൂവിന് 1 കില്ല്, റയാൻ 1 കില്ല്. കൊള്ളാം, പൊളി പൊളി. ഒബ്സർവേറ്ററിയിൽ വേറെ അടിയുണ്ട്. സീക്കേഴ്സും മിഗായലും. ഞാൻ ഒരു ടീം ലിസ്റ്റ് പറഞ്ഞു തീർക്കട്ടെ. സിആറിൽ കിങ് ഉണ്ട്, ഈസോ ഉണ്ട്, ഡൂഡ് ഉണ്ട്, ലക്കി ഉണ്ട്. നമ്മുടെ ക്രിമിനൽസ് ആണ് സിആർ. പിന്നെ നമ്മുടെ ബ്രൂഫോഴ്സ് ആയിരുന്നു, അവര് വൈപ്പായി പോയി. നമ്മുടെ ചെകുത്താൻസിന്റെ കയ്യിൽ നിന്ന് വൈപ്പായി പോയിട്ടുണ്ട് നൈസായിട്ട്. നമ്മുടെ അക്ലീസ് ഉണ്ടായിരുന്നു, ഡിപ്പിണ്ടായിരുന്നു, ഡെറിക് ഉണ്ടായിരുന്നു, പിന്നെ അശ്വിൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ DFS ടീമാണ്. അവരിപ്പോ ക്രിസ്റ്റി, പിന്നെ വിക്കി വിസാഡ്, ജെന്നി ഇവരൊക്കെ ഇപ്പോ ഇവിടെ നമ്മുടെ ബിസിനസ് ട്രിപ്പിന്റെ മുകളിൽ താഴേക്കായിട്ട് ഉണ്ട്. ഡേവിഡ് നല്ല അടിയല്ലോ. റോങ്ങിലല്ലേ? റോങ്ങില് ഡേവിഡ് തീർന്നു. ഡേവിഡ് ടീം മൊത്തം വൈപ്പായിട്ടുണ്ട്. ഡൂഡാ ടീംസ് ആണ്. അർജുനാണ് വൈപ്പ് ചെയ്തത്. അങ്ങനെ നമ്മുടെ അവരിൽ ഡേവിഡ് ഉണ്ടായിരുന്നു. പിന്നെ എന്തുവാ വായിക്കുന്നത് അറിയത്തില്ല. വിക്കി ഉണ്ട്, കിഡു ഇവരുണ്ടായിരുന്നു. അവരെ വൈപ്പ് ചെയ്ത്. അതില് വിക്കി കിഡു ഒരു കില്ലെടുത്തായിരുന്നു. അത് ഡൂഡാ ടീംസിലാണോടാ ഒരു കില്ല്? അതെ, നമ്മുടെ ലിയോ മെസ്സിനെയാണ് എടുത്തത്. പിന്നെ നമ്മുടെ അണ്ടിബുക്കാണ്. അതിൽ ശരത്ത്, ക്യാൻഡി, സുഹൈബ്, പിക്കി ഇവര് ഇവിടെ നമ്മുടെ പോർച്ചുഗലിലാണ്. പിന്നെ നമ്മുടെ 11th ടീം ഡെവിളാണ്. അതിൽ ഡെവിൾ, ഗെയിം വൈറ്റ്, നിസാം, ഗ്രേസ്, വൈബ്. ഇവരിപ്പോ ഇവിടെ ഉള്ളത് കേരള ആണ്. ഷിപ്പ്യാർഡ് ഭാഗത്തായിട്ടാണ്. കേപ്പ് ടൗൺ ആണ്. സോറി, കേപ്പ് ടൗൺ ഉണ്ട് അവര്. നമ്മുടെ നോക്കാം. അടി ചെയ്ത് നടക്കുന്നുണ്ടോ? ചാൻസ് ഉണ്ടോ? ചാൻസ് ഇപ്പൊ അങ്ങനെ തോന്നുന്നില്ല. ക്രിമിനൽസ് റിമിനത്തിലുണ്ട്. ഇവിടെ നമ്മുടെ DS ആരെയോ അടിക്കുന്നുണ്ട് തോന്നുന്നു. അതെ, DS ആരെയാണ് ഇത് നോക്കാം. സീക്കേഴ്സിലെ നൻപനാന്ന് തോന്നുന്നു ലാസ്റ്റ് ഉണ്ടായിരുന്നു. സീക്കേഴ്സിന് വൈപ്പ് ചെയ്തല്ലേ? ഒരാളുണ്ടായിരുന്നുള്ളൂ. മിഗായിലായിട്ടുള്ള ഇടയിൽ സീക്കേഴ്സിൽ 3 പേര് തീർന്നായിരുന്നു. ഓക്കെ. മിഗായിലായിട്ട് തീർന്നതില് ബാക്കി ഉണ്ടായിരുന്ന നന്ദനയാണ് ഇവിടെ നമ്മുടെ നന്ദനോ വന്ദനോ ഒന്നല്ല, നബൻ. ഓ എന്റെ മോനെ, നീ എന്നെ കൂടെ തെറ്റിക്കോടാ. നന്ദനം. എടാ, അപ്പൊ മിഗായിലിട്ടായിരുന്നവര്? മിഗായിലെ ഫുള്ള് സീക്കേഴ്സ് തീർത്തായിരുന്നു. ഓക്കെ. നമ്മുടെ DFS നോക്കാം. DFSല്
ഇതെന്തോ അവിടെ വർത്താനം പറഞ്ഞിട്ടിപ്പോ ജിമ്മിയാണ് എന്തോ പറ്റി ട്രെയിൻ എന്തോ ഇരിക്കുന്നുണ്ട് അവിടെ. നമ്മുടെ ആന്റി ബുക്ക് കൊണ്ട് ഇവിടെ മാർച്ചിലെത്തിയിട്ടുണ്ട്. പയ്യെ പുഷ് ചെയ്ത് കളിക്കാൻ. അപ്പൊ നമ്മുടെ ഡെവിഡ് അവിടെ നിന്ന് ക്യാപ്റ്റൻ പയ്യെ പോരാൻ തുടങ്ങുക. ലൂട്ടൊക്കെ കഴിഞ്ഞ് ലൂട്ടൊന്നും സെറ്റായിട്ടില്ല. പിന്നെ നമ്മുടെ ഇവരിവിടെ വീട്ടിന് താഴെയുണ്ട്. ഇവിടെ അടുത്തായിട്ട് ആരും ഇല്ല. പീക്കിൽ തന്നെ നിന്ന് കറങ്ങുവാണ്. ക്രിമിനൽസ് ഇവിടെ റിനാക്ക് ലൂട്ട് ചെയ്ത് പയ്യെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ DFS ഗ്രേവ്യാർഡ് എത്തി. എല്ലാവരും തന്നെ ഉണ്ട്. പയ്യെ ഓപ്ഷനൊക്കെ കയറി. ഓപ്ഷനൊക്കെ ഓരോരോ കാർട്ടലിസ്റ്റിൽ നിന്ന് പയ്യെ ഗ്രേവ്യാർഡിൽ കയറിയാൽ ലൂട്ട് ചെയ്ത്. പിന്നെ നമ്മുടെ മാച്ച് തന്നെ DFS ആരും അവിടെ ആരും ഇല്ല. ഇങ്ങനെ ഇങ്ങനെ സഡനായിട്ട് നിന്ന് നോക്കുമ്പോൾ തോന്നിയപ്പോ ഇവിടെ പറന്ന് കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡബിള് പീക്കിലോട്ട് കയറുന്നുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ ഡൂഡ ടൈംസും ഉണ്ട്. നോക്കാം, ചാൻസ് കുറവാണ്. ഇവര് നമ്മള് പ്രതീക്ഷ വയ്ക്കാതെ അറ്റി പറ്റുന്നില്ല. എല്ലാ ടീമും ഓരോരോ മൂലയിൽ നിന്ന് പുഷിങ്ങാണ്. സീക്രട്സും പീക്കിലായിട്ട് കയറണ്ട ഡെവിൾസായിട്ട് കണ്ടുമുട്ടുമോ? നമ്മുടെ എലൈറ്റിന്റെ ഭാഗമാണ് കിക്കുള്ളത്. കാണുന്നുണ്ടോ? കണ്ട് മനസ്സില് ഓടി നടക്കുന്നു. ഓടുമ്പോ കറങ്ങുന്നു കേട്ടോ. നമ്മുടെ DFS ഒബ്സർവറിൽ വന്നിട്ടുണ്ട്. ഒബ്സർവർ ഉണ്ടായിരുന്ന നമ്മുടെ ഇവിടെ അവര് ട്രിപ്പിലെത്തി. അടിപൊളി. അവരങ്ങോട്ടും ഇങ്ങോട്ടും മാറി. നമ്മുടെ DFS ലൂട്ട് എടുത്ത് CKZ കണ്ടു ഡ്യൂഡാൻ ടീമിനെ. CKZ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഡ്യൂഡാൻ ടീംസിലെ അർജുനാണ് സ്പോട്ട് ചെയ്തേക്കണേ. ചാൻസ് ഉണ്ടാവും. ഇത് ഒരെണ്ണം പറ്റ മക്കളെ പോലെ എല്ലാം ഒരേ പോസ്റ്റുകളിൽ നിൽക്കുന്നുണ്ട്. ഇവര് 3 പേരും പൊസിഷനിലാണ്. ഓക്കെ, ഡെവിൾസ് എവിടെയാണ്? ഡെവിൾസ് പീക്കിലായിട്ട് കേറുന്നുള്ളൂ. ഇവര് നമ്മുടെ സീക്രട്സിനെ പിള്ളേരെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. പിടിപെട്ടെ. ആരും കണ്ടിട്ടില്ല. DFS അവിടെ നിന്നൊക്കെ വലിഞ്ഞ് നേരെ ഹാങ്ങറിലേക്ക് പോകാനുള്ള വഴിയാന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടുന്ന് ഫാക്ടറി എത്തിയിട്ടുണ്ട്. ഡെവിള് ഇവിടുന്ന് ഫോർച്യൂണറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാരും അവര് തമ്മിൽ മുട്ടുന്നില്ല. എല്ലാവരും തെർമൽ സ്കോപ്പിലൂടെ കാണാൻ സീക്രട്ട് താഴത്തേക്ക് പറഞ്ഞ ആശാൻ എല്ലാരും കാണുന്നുണ്ടല്ലേ? എല്ലാരും കാണുന്നു. ഞാൻ എല്ലാരെയും കാണുന്നു. ഓക്കെ, നമ്മൾ കറങ്ങി താഴെ എത്തിയിട്ടുണ്ട്. എന്തായാലും നന്നായി. അടിക്കാതെ മാറി. DS പീക്കിലായിട്ട് കയറിയിട്ടുണ്ട്. CKZ ആദ്യം നിന്ന സ്ഥലത്ത് ഇപ്പൊ DS വന്ന് നിൽക്കുന്നുണ്ട്. അവരെ സ്പോട്ട് ചെയ്തോ? ഇവിടെ ഓപ്പൺ ഓടി പോകുന്നുണ്ട്. അടിപൊളി. ബാരല് പൊട്ടിക്കാൻ നോക്കുന്നതാണ്. ഉസൈൻ ബ്രോ ആളെ സ്പോട്ട് ചെയ്തെന്ന് തോന്നുന്നു. അതെ, അടി കിട്ടി തുടങ്ങി. അവർക്ക് അടി കിട്ടി തുടങ്ങി. അർജുൻ ഇപ്പൊ നോക്കാൻ ചാൻസ് കൂടുതലാണ്. നോക്കായി. കൊമ്പൻ നോക്കാ. കൊമ്പനാണെന്നോ? ഹുസൈൻ അല്ലേ?
ഇവർ രണ്ടുപേരും ഞാൻ കൊമ്പനെ വെച്ചോണ്ടിരുന്നത്. അപ്പൊ കൊമ്പന്റെ അടിയിൽ നോക്കായി ഒരു തോന്നി. ഒരു ബോംബ്, രണ്ട്. ഓഫ് മൈ. വേറെ സൈഡിൽ നിന്ന് അടി വീഴുണ്ടോ? സീക്കേഴ്സിന്റെ ഇവിടെ നോക്കട്ടെ. ആ സീക്കേഴ്സിന്റെ ബാൽക്കണി കിളി വീട്ടിലുണ്ട്. നന്നായി. എല്ലാം കണ്ടോണ്ട് ബാൽക്കണിയിലുണ്ട്. ബാൽക്കണിയിലുണ്ട്. ഒരു മതിലിന്റെ ബാൽക്കണിയിൽ കിളിവീട്ടറുണ്ട്. ആ ഓക്കെ. ഡ്രീം ഫൈ ആരോ ഹുസൈനെ എടുത്തു. ഹുസൈനെ നോക്കാക്കിട്ടുള്ളൂ. അല്ല വിമലിനെ എടുത്തു. ഹുസൈനെ എടുത്തു. ഹുസൈന അവരെടുത്ത്. ഡ്യൂഡൻ ടീം ആരോ എടുത്ത്. ഇപ്പൊ എല്ലാവരും ഇതിനകത്തുണ്ട്. ആ ഡിഎസ് ലുട്ടാപ്പിയുടെ നെറ്റ് പോയി. എന്റെ മോനെ എന്തോ കുഞ്ഞാലി എടുത്തു. ഓക്കെ. ഇനി ഡൂഡാ ടൈംസിൽ വരാൻ കൂടെ ഉള്ളു. മുകളില് മാത്രമേ ഉള്ളൂ. താഴെ ഫുൾ ടീം ഉണ്ട്. അവർ കയറി വരുന്നു. തീർന്നു. ഡ്രീം ഈ 4 ഒരേ ഡ്രസ് ആയതുകൊണ്ടേ പെട്ടെന്ന് ആളെ മനസ്സിലുള്ള എന്തായാലും പൊളി കളിയായിരുന്നു. സീക്വൻസിൽ ഒരു രക്ഷയില്ല. ബ്ലൂ 1 കില്ല്, ഡ്രീം 2 കില്ല്, കുഞ്ഞാലി 3 കില്ല്, റയാൻ 1 കില്ല്. ഇവര് ഇവിടെ നമ്മുടെ DFS അടിക്കണ്ടോ? ഡ്രീംസിനെയും പിന്നെ ആരായിരുന്നു ഇവിടെ DFSും വണ്ടിമുക്കും അടിപൊട്ടിയിട്ടുണ്ട്. ഡെവിൾസ് പീക്കിലിരിക്കുന്നുണ്ട്. ഡിഎസിനെയും ഡൂഡാൻസിനെയും കുറച്ച് പേരെ അങ്ങ് എടുത്തു. ഇവിടെ ആരാടാ? ഡെവിൾസ് പീക്കിലുണ്ടോ? നമ്മുടെ ഡെവിൾസ് പീക്കിലെത്തിയിട്ടുണ്ട്. അവർ താഴെയാണ്. വണ്ടിമുക്ക് ഫാക്ടറി ഇട്ട് കയറി. DFS ടവറിലുണ്ട്. ഫാക്ടറി കയറി. DFS എവിടെയാ? അവർ ഫാക്ടറി സൈഡിൽ തന്നെ ഉണ്ട്, ടവറില്. പിന്നെ ആരുള്ള? നമ്മുടെ സിആർ ഇവിടെ നമ്മുടെ ട്രിപ്പിലുണ്ട്. സേഫാണ്. ഇതിപ്പോ ഇവിടെ പീക്കിൽ തന്നെ നിൽക്കുന്നുണ്ട്. പുളി കളിയായിരുന്നു. ഇവിടെ ആരാ ഇപ്പൊ DFS ആരോ ഇട്ടിട്ടുണ്ടെന്നല്ലോ. അണ്ടിമുക്കായിട്ടായിരുന്നു. അതിലൊരു പ്ലെയർ എടുത്തല്ലേ? ഒരു പ്ലെയർ എടുത്തു. ആരായിരുന്നു എടുത്തത്? സുഹൈബിനെ എടുത്തല്ലേ? അവര് ബാക്ക് വലിഞ്ഞു. അന്നേരം അടി നടന്നപ്പോ അവര് മൂടി തന്നെ ഉണ്ട്. ഇതിന്റെ അകത്തോടെ ഇത് ഓടിച്ചെടുക്കുന്നു. ഫാക്ടറിയുടെ ഏറ്റവും ടോപ്പിലുണ്ട്. പ്ലേഡറിന്റെ ഒരു ഉപകാരം നോക്കിയാണ് എന്തൊക്കെ കാട്ടുന്നു നോക്കും. DFS അകത്തേട്ട് കയറുകയാണ്. ക്യാൻറ്റീൻ എന്തോ കാണിക്കുന്നത്? ക്യാൻറ്റീൻ നോക്കിയതാ. താഴെ വീഴും. നമ്മുടെ ക്രിമിനൽസ് പീക്കിലെത്തിയിട്ടുണ്ട്. ക്യാൻഡി ഒരാളെ നോക്കാക്കിയിട്ടുണ്ട്. ക്യാൻഡി നോക്കായി. ഇവിടെ നമ്മുടെ ഇവിടെ അടി. ശരത്തിന് നല്ല അടി, നല്ല ഹിറ്റ് ഇട്ടുണ്ട്. ശരത്ത് നോക്ക്. ക്രിസ്റ്റിന് എടുത്തില്ലേ? ഓക്കെ. ആരായിരുന്നു അടിച്ചത്? ഫ്രിഡ്ജിനായിരുന്നു ശരത്തിനിട്ടെ. ജിമ്മിയൊന്നും അവരുടെ ആരോടുള്ള രണ്ടുപേരുടെ ഉണ്ട്. ക്യാൻഡി ഉണ്ട്, പിക്കി ഉണ്ട്. ക്യാൻഡി നോക്കാണ്. പിക്കി പ്രസേർന്നു. വിസാഡ് പിക്കി സേഫിലോട്ട് കയറുള്ള വഴിയാണ്. പക്ഷെ അവർ കണ്ടു. മാക്സിമം പവർ എടുത്ത് ഓടിയില്ലെങ്കിൽ അടി കിട്ടും. ലെഫ്റ്റ് സൈഡ് വഴി ഓടിയ DFS ഇവിടെ തന്നെ ഉണ്ട്. ഫ്രണ്ടിലെടുത്ത് അടിക്കാനുള്ള പ്ലാനാണ്. പിക്കി ഇവിടെ എത്തി നോക്കാം. പിക്കി ഫാക്ടറി വഴി പോകുന്നുണ്ട്. അടി കിട്ടുന്നുണ്ട്, നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഡെവിൾസ് ആയിട്ട് അടിയുണ്ട്. നമ്മുടെ ബ്ലൂവിനെ എടുത്തിട്ടുണ്ട്. വൈബ് നല്ല ഹിറ്റ് കിട്ടി.
സോണിലല്ല. ഡ്രീം ഫിയർ നോക്ക, അറിയാൻ നോക്കാണ്. വൈബിന് നല്ല ഹിറ്റ് കിട്ടി. നമുക്ക് നോക്കാം. ഓക്കെ, CR അവിടെ അടിക്കണ്ട. നമ്മുടെ സീക്വൻസിന് ഫുൾ വൈബായുണ്ട്. എടാ CR അടിക്കണ്ട അപ്പുറം. CR ഡ്യൂഡ് ഉണ്ടായിരുന്നു. 3 കില്ലായിട്ടുണ്ട് CR ഡ്യൂഡ്. ഓക്കെ, 3 ടീമായിരുന്നു. നമ്മള് സാൻഡ്വിച്ച് മാറ്റാറുന്നില്ലേ? ആദ്യം ഡ്യൂഡാൻ ടീമും DSഉം CKസും കളി പോലെ തന്നെ ഇപ്പൊ CRഉം CKസും ഡെവിൾസും കളി വന്നു. തന്നെ 3 ആയിരുന്നു. 3 ടീമുകൾ തമ്മിലാണ് അടി. ഡെവിൾസ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് CR വരാൻ വേണ്ടി. ബാക്കി ടീം DFS കയറി വേണ്ടി പീക്കിലേക്ക്. അവര് പീക്കിലോട്ട് വരുന്നുണ്ട്. 3 ടീമല്ലേ ഉള്ളൂ? 4-3-3. CRന്റെ അടുത്തിട്ട് ഇപ്പൊ DFS കയറി. എല്ലാ ടീമിലും 2 ടീമിലും 3 പേരുണ്ട്. ഒരു ടീമിൽ 4 പേരുണ്ട്. CR ക്രീംസിൽ 4 പേരുണ്ട്. CR ഇപ്പൊ ഡെവിൾസിനെ അടിച്ച DFS ഇപ്പൊ പുറകെ. ഇവരുടെ ഗിൽഡിന്റെ പേര് എനിക്ക് മുന്നേ മാറ്റാൻ, പക്ഷെ ഒരു പേര് മാറ്റാതിരിക്കുന്നതാണ് ക്രിമിനൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് എല്ലാവരും ക്രിമിനൽസ് കാണുന്നത്. നമ്മുടെ DFS അവരെ കണ്ടു. DFS ക്രിമിനൽസിനെ കണ്ടു. അടി തുടങ്ങി. നന്നായിട്ട് ഹിറ്റ് കിട്ടുന്നുണ്ട്. ഡൂഡിനെ എടുത്തല്ലോ അവര്. ലക്കിനെ എടുത്തു. 2 പേരുള്ളൂ ക്രിമിനൽസില്. ഡെവിൾസിൽ എടുക്കുന്നേ 3 പേര് അടിക്കണേ. ഞാൻ ഓരോരുത്തരും മാറ്റി നോക്കണ്ട്. ഡെവിൾസ് മറ്റേ AWM പൊക്കത്ത് എന്താണ് എത്തോളം വരെ ഇവിടെ നമ്മുടെ ഗെയിമർ വൈറ്റ് AWM ഓരോ അടി അടിക്കുന്നു. എന്റെ മോനെ നോക്കിയാണ് എടുത്ത് വെച്ച് ഒരു സോണിലോട്ട് കയറി. 2 പേര് സോണിലുണ്ട്. ഡെവിൾസിന്റെ ഇവിടെ എല്ലാവരും നല്ല ഹിറ്റ് കിട്ടി. നന്നായിട്ട് കിങ്ങോടും ബാക്കിയുണ്ട്. ഒരാളും ബാക്കിയുണ്ട്. അവർക്ക് ഇവിടുന്ന് ആരും മൂവ് ചെയ്യാണ്ട് ഇവിടുന്ന് പോത്തും പറ്റില്ല. സോണിലോട്ട് അടി വരുന്നുണ്ട്. അവർ ഓൾറെഡി സോണിലാണ്. ബാക്കിൽ നിന്ന് അടി. കിങ്ങിന്റെ അടിയാണ്. അത്യാൾ പോരാട്ടം എന്ന് പറഞ്ഞാല് കിങ്ങിന്റെ ഒരു കളിയാണ്. സോണി കേറി. നമ്മുടെ കിങ്ങിനെ എടുത്തു. എന്റെ മോനെ DFSനെ അടിച്ച് പണ്ടാരടക്കി. ഇബിലീസ് എന്റെ മോനെ 4 കില്ല്. ഇവിടുന്ന് നമ്മുടെ DFSനെ ബാക്കിയുള്ള ടീമിനെ എല്ലാവരും തീർത്തു. എല്ലാവർക്കും എന്തായാലും കൊടുക്കാനെത്തില്ല. മോനെ ഓരോ പൊളി കളിയായിരുന്നു ഇവിടെ. അപ്പൊ നമുക്കൊന്ന് ലിസ്റ്റിൽ വെക്കുന്ന നോക്കാം. നമ്മുടെ ഫസ്റ്റ് ബോയ് അടിച്ചേക്കുന്ന ടേബിളാണ്. നമ്മുടെ ഗെയിമർ വെച്ച് 2 കില്ല്. AW വെച്ച് നല്ല ഹിറ്റായിരുന്നു എല്ലാവർക്കും. ഇംഗ്ലീഷ് 4 കില്ല്. സൂപ്പർ കളിയാണ്. രക്ഷയില്ല. അടുപ്പിച്ച കളിയിൽ നിന്ന് കില്ല് എടുക്കുന്നുണ്ട്. നിസാം 2 കില്ല്. വൈബ് 1 കില്ല്. നല്ല സപ്പോർട്ടിംഗ് ആണ് എല്ലാ ടീം മെമ്പേഴ്സും. പിന്നെ നമ്മുടെ DFS നന്നായിട്ട് കളിച്ചു. എല്ലാവരും 1 കില്ല് വെച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കളിച്ചു. പക്ഷേ അവസാനം വരെ നിന്നു. സെക്കൻഡ് അടിച്ചു. നമ്മുടെ തേർഡ് നമ്മുടെ ക്രൂവൽസ് ആണ്. അതിൽ ഡൂഡ് മാത്രം 3 കില്ല് എടുത്ത്. ഡൂഡ് ആരായിട്ടായിരുന്നു മതി? ഡൂഡും DSഉം. DS അല്ലായിരുന്നു. ഡൂഡും അല്ല നമ്മുടെ ഡൂഡല്ല. നമ്മുടെ ഇവിടെ CR ക്രൂവൽസ് നമ്മുടെ സീക്വൻസിന്റെ 3 പേരെ എടുത്തെന്ന് തോന്നുന്നു. നമ്മുടെ 4ാമത് നമ്മുടെ അണ്ടിവിക്കാണ്. അവരുടെ ക്യാൻഡി വന്നിട്ട് ഒരു കില്ല് എടുക്കാൻ പറ്റുള്ളൂ. ബാക്കി DFS അടിച്ചിട്ട് അവർക്ക് നമ്മുടെ 5ാമത് നമ്മുടെ സീക്വൻസിലാണ്. നല്ല ഫോമിൽ നല്ല കില്ല് എടുത്ത് കയറി വരുമായിരുന്നു. നമ്മുടെ ഫസ്റ്റ് തന്നെ ബ്രൂട്ട് ഫോഴ്സിനെ വൈപ്പ് ചെയ്തല്ലോ. 2ാമത് ഡൂഡാൻ ടീംസ് പിന്നെ DSലെയും 2 പ്ലേയേഴ്സിനെ എടുത്തു. 1 കില്ല്, 2 കില്ല്, കുഞ്ഞിന്റെ 3 കില്ല്, റയാൻ 1 കില്ല്. പിന്നെ നമ്മുടെ 6ാമത് ഡൂഡാൻ ടീംസ് അത് സൂപ്പർ കളിയായിരുന്നു. റോങ്ങിനൊക്കെ അവരെടുത്തു. സൂപ്പർ കളിയായിരുന്നു.
ഡ്യൂറാൻഡീം സാറിന് 2 കില്ല്, ആശാൻ 1 കില്ല്, സാവത് 3 കില്ല്, റിയോ അതിൻ്റെ വൈഫായ പോയായിരുന്നു. അപ്പോൾ 0 കില്ല്. നമ്മുടെ DS കില്ല് 0 കില്ല്. DS ഇവിടെയായിരുന്നു, ലീക്കിലായിരുന്നു. ഒരാളെടുക്കും അത് DS ആരായിരുന്നു എടുത്തത്? നമ്മുടെ ഡ്യൂഡൻ ടീമായിട്ടായിരുന്നു ഡൂറാൻ ടീം ആയിരുന്നു ബാൽക്കണിയിൽ. ബാൽക്കണിയിൽ വെച്ച്. അതില് 3 പ്ലെയർ എടുത്തില്ലാണ്ട് കുട്ടാപ്പി 3 കില്ല് എടുത്തിട്ടുണ്ട്. കുട്ടാപ്പി മാത്രമേ സ്കോർ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാവരും 0 സപ്പോർട്ട് ചെയ്ത് നോക്കി പറ്റിയതായിരുന്നു, പക്ഷെ നടന്നില്ല. നമ്മുടെ CPS ആണ്. CPS നമ്പർ മിഖായലിനെ ഒബ്സർവ് നമ്പർ CPSില് നമ്പർ 1 കില്ല്, 3 കില്ല്, 2 കില്ല്. നമ്മുടെ മായാവി 1 കില്ല്, മോൺസ്റ്റർ 1 കില്ല് എടുത്തില്ല. ഒരു നന്നായിട്ട് കളിക്കുന്ന നോക്കി, പക്ഷേ വൈഫായി പോയി. പിന്നെ നമ്മുടെ റോമില് പീക്കിൽ തന്നെ ഫസ്റ്റ് തന്നെ പോയി. അതിൽ ലിയോ ബിസിന് റോങ് എടുത്തവരെ കില്ല് കൊടുത്തായിരുന്നു. ബാക്കി എല്ലാവരും അതായത് പിന്നെ പോയിരുന്നു. പിന്നെ നമ്മുടെ 10ാമത് മിഖായിലാണ്. മിഖായില് ഷാമില് എന്ത് റിപ്പോർട്ടുണ്ട്, അവർക്ക് 0 കില്ലാണ്. വില്ലിന് മാത്രമേ സ്കോർ ചെയ്തുള്ളൂ. പിന്നെ നമ്മുടെ 11ാമത് ബ്രോഫോഴ്സ് ആണ്. ബ്രോഫോഴ്സ് ഇറങ്ങിയത് മില്ലിനാണ്. മില്ലിൽ തന്നെ അവർ വൈഫായി പോവുകയും ചെയ്തു നമ്മുടെ CPSന്റെ കൈകൊണ്ട്. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഡെവിൾ കൊണ്ടേക്കുവാണ്. കൺഗ്രാറ്റ്സ് ഡെവിൾ. ഗുഡ് നൈറ്റ്, ബൈ.